ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ ബേസ് തീമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബാർബി തീമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എക്സാക്ട്ലി ഫുൾ ബാർബി തീമിലല്ല നമ്മൾ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കാരണം കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ വളരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ബെഡ്റൂം ടോട്ടലി ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പേസ്റ്റൽസ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഓരോ ഏരിയയും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലയന്റിന്റെ ഏറ്റവും വലിയൊരു സജഷൻ ആയിരുന്നു അവർക്ക് ഒരു ആർച്ച് തീം ഈ ഒരു ബെഡ്റൂമിൽ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ വാൾപേപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് അവരുടെ ഒരു സജഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ് ഹെഡിൽ നമ്മൾ ഒരു സെമി ആർച്ച് ഷേപ്പാണ് നമ്മൾ ബെഡ് ഹെഡിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ബാക്കിൽ ഒരു LED സ്ട്രിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു വോൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് വൈറ്റും ഗോൾഡ് സർക്കിൾസോട് കൂടിയിട്ടുള്ള വാൾപേപ്പർ കാണാം. പിന്നെ സെൻട്രൽ പോർഷനിലായിട്ട് നമ്മൾ അവരുടെ ഒരു ഫാമിലി ഫോട്ടോസ് വെക്കുന്നതിന് വേണ്ടുന്ന ഒരു 3 ഫോട്ടോ ഫ്രെയിമോട് കൊടുത്തിട്ടുണ്ട്. കോട്ടിന്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി അപ്പോസ്റ്റേഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബെഡ് ഹെഡ് ആണെന്നുണ്ടെങ്കിലും കോട്ടാണെന്നുണ്ടെങ്കിലും ഫുള്ളി ഫാബ്രിക് വെച്ച് നമ്മൾ അപ്പോസ്റ്റി ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡിന്റെ 2 സൈഡിലും സൈഡ് ടേബിൾസ് ഉണ്ട്. 2 സൈഡ് ടേബിളും വൈറ്റ് കളറിൽ ഗോൾഡൻ നോബ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിൽ വിൻഡോയുടെ ടോപ്പ് പോർഷനിലായിട്ട് വെർട്ടിക്കൽ ലൂവേഴ്സ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ വൈറ്റും പിങ്കും പിയും ഫിനിഷിലാണ് നമ്മൾ ആ ഒരു ഏരിയ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. വാർഡ്രോബിന്റെ ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് നമ്മൾ ഈ ഒരു വാർഡ്രോബിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കാരണം ഇവർ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ലോഫ്റ്റ് ആയിട്ടും നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിനോട് ചേർന്നിട്ട് നമ്മളൊരു മേക്കപ്പ് കം സ്റ്റഡി ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരു ആർച്ച് ഷേപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റഡി ഏരിയയിൽ. അത് ഒരു ഹിഡൻ മിറർ ആണ്. കാരണം റൂമിലോട്ട് കടക്കുമ്പോൾ തന്നെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു മിറർ ക്ലയന്റിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ഡിസൈൻ ആണ്. അപ്പൊ ഈ ടോയ്ലറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ആർച്ച് ഷേപ്ഡ് ആയിട്ടുള്ള ടൈല് വെച്ചിട്ടാണ് ഇതിന്റെ വാഷ് ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ വോളും തന്നെ 4x2 സൈസ് വരുന്ന ടൈല് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ വാഷ് ഏരിയ ആണ് ഈ ഒരു ടോയ്ലറ്റിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അതിന്റെ മിററിന്റെ 2 സൈഡിലായിട്ടും വോൾ ലൈറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം പിങ്ക് കളർ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയില് അടുത്തൊരു നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കാണാതെ വരേക്കും. ബൈ.